നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. തിരിച്ചു പോകൂ, ഒന്നു പോകൂ പൊന്നുമോദി, മലയാളി എന്നെ ഊഞ്ഞാലാട്ടുന്നു. അവസ്ഥ കണ്ടോ, എൻ്റെ ഗതികേട് കണ്ടോ, എയറിലാണ് എപ്പോഴും എയറിലാണ്. 3.0 വേണ്ടി ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അയ്യോ കഷ്ടം. ഗോവിന്ദ, ഇങ്ങേരെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ. വയനാട്ടിൽ മോദി വന്നതോടെ മലയാളി മൂക്കനെ എടുത്ത് കുമ്മിയടിക്കുന്നു. ദാസനും ഒന്ന് ടൂറ് പോയായിരുന്നല്ലോ അവിടോട്ട്. ദുരന്തം നടന്ന് 4-ാം നാൾ. കാലിൽ ചെളി അകത്തോട്ട് വരാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ചെളി അകത്താകുമെന്ന് പറഞ്ഞ് ഒരു 15 മിനിറ്റ് അവിടെ ഒന്ന് ചെലവഴിച്ച് ദാസൻ തിരിച്ചു പോയത് ഓർക്കുന്നില്ലേ മലയാളികളെ? സംഭവം അതൊന്നും ആയിരുന്നില്ല. ആരും തന്റെ ദേഹത്തും കയ്യിലും ഒന്നും വന്ന് പിടിക്കരുത്. അതിന് കാലിൽ ചെളിയാന്ന് തട്ടിയിട്ട് സ്കൂട്ടായതാ. എന്നിട്ടൊരു ഡയലോഗ് കീച്ചു മൂപ്പര്. ഞാൻ ദാസനാണ്, പീപ്പിൾസ് ദാസൻ. ഞാൻ ജനങ്ങളുടെ ദാസനാണ്, എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. ബട്ട് വൈ പിണു, എന്തിന് ഈ പൊറാട്ട് നാടകങ്ങൾ? ബട്ട് മോദി ഇപ്പോൾ വന്ന് ചെളിയിലൂടെ നടക്കുന്നു, ക്യാമ്പുകളിൽ കയറി ചെല്ലുന്നു, അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നു, കയ്യിൽ പിടിക്കുന്നു, കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഇതോടെ ദാസന്റെ താട്ട് പോട്ടി. കുരുപൊട്ടിയ ദാസന്റെ അടിമേഷുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ക്യാപ്സൂളുകൾ. ദുരന്തം നടന്നത് ആകാശത്തല്ലേ മിസ്റ്റർ താടിജി? എന്തിനു പിന്നെ ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുന്നു? നിലത്തിറങ്ങണം മിസ്റ്റർ. ഇതും തള്ളി കമ്മിക്കൂട്ടം നോക്കിയപ്പോൾ ദേ മോദിജിയുടെ കൂടെ കോപ്റ്ററിൽ ദാസൻ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ, ഓഹോ ഗുലുമാൽ. വിട്ടില്ല, അടിമകൾ വീണ്ടും ഇറക്കിയില്ലേ ക്യാപ്സൂളുകൾ. മലയാളികളെ പേടിയാണോ? ഷോകാണ് 50 വണ്ടിയുടെ അകമ്പടിയിൽ വയനാട്ടിലേക്കൊക്കെ വന്നേക്കുന്നു. മോദിയെ ട്രോളാൻ പോയിട്ട് ബട്ട് മൂക്കിന്റെ മൂട്ടിൽ വീണാണ് ഈ വെടികളെല്ലാം പൊട്ടിയിരിക്കുന്നത്. അടിമേഷുകളെ ഇജ് തറവാടിന്റെ മാനം കാത്ത് കേട്ടോ. ഉരുൾപൊട്ടി നടന്നെത്താൻ പോലും പറ്റാത്ത പ്രദേശങ്ങൾ കാണാൻ കോപ്റ്ററിലല്ലാതെ കപ്പലിൽ പോകുവോ? 40 വണ്ടി പോലീസിന്റെ അകമ്പടിയിൽ കറങ്ങി നടക്കുന്ന ദാസൻ തന്നല്ലേ നമ്മുടെ കേരളം ഭരിക്കുന്നത്? സ്വന്തം ജനങ്ങളെ പേടിച്ച് പോലീസ് സുരക്ഷ പോരാഞ്ഞിട്ട് രക്ഷിക്കൽ ടീമിനെയും കൊണ്ട് നടക്കുന്ന ടീമാ. കറുത്ത തുണി പോലും പേടിയുള്ള മനുഷ്യൻ. എന്നിട്ടും അടിമേഷികൾ വിളിക്കും ഇരട്ട ചങ്കൻ. എന്തിനടെ ചകാക്കളെ മുഖ്യനെ ഇങ്ങനെ ട്രോളാൻ ഇട്ട് കൊടുക്കുന്നത്? മോദി ദുരന്തം പ്രദേശങ്ങൾ കാണാനാണ് വന്നത്, അവിടുത്തെ മനുഷ്യന്മാരോട് സംസാരിക്കാനാണ് വന്നത്, അല്ലാതെ രാഷ്ട്രീയം കളിക്കാനല്ല. അടിമേഷുകളെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി രാഷ്ട്രീയം ഉണ്ടാക്കാൻ നിൽക്കുന്ന അന്യൊക്കെ ഉണ്ടല്ലോ, ചലക്കണം അങ്ങോട്ട്. ഇതാണ് ഞങ്ങളുടെ ദാസൻ, പീപ്പിൾസ് ദാസൻ. പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ് കാലിൽ കിടക്കുന്ന ആ സൂസ്. ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ മൂപ്പരിതിട്ടോണ്ടേ പോവാറുള്ളൂ. ചെളിയിൽ ചവിട്ടാതെ എങ്ങനെ ദുരന്ത ബാധിതരെ കാണാം? മരുമോനും ഉണ്ട് തലവർണ്ണം. ദാസനെ പക്ഷെ ഗോവിന്ദനെടുത്ത് കൂടെയുന്നുണ്ട് കേട്ടോ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലു മനുഷ്യ ഒന്ന്. കണ്ട മോദി വന്ന് കയ്യടി മേടിച്ചോണ്ട് പോന്ന കണ്ട. നിങ്ങളെ ഇതിനൊന്നും കൊള്ളൂല്ല എന്ന് വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ ദാസ. മോദി കാരണം വയനാട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി ജി. മോദി കണ്ണൂരിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുഖ്യൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, കൈപിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയായിരുന്നു. പക്ഷേ ദിപ്പുറത്ത് വേറൊരു വഴി കൂടെ അടിമകളെ ഇറക്കി തെറിയും വിളിപ്പിക്കുന്നു. ഇതാണ് അൽ ദാസൻ. ഡബിള്. മുഖ്യം വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് പോയായിരുന്നല്ലോ, മറ്റേ 4-ാം നാള്. പക്ഷെ മോദി വന്ന് ഇവിടെ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് പോയതോടെ ദാസന്റെ കാറ്റഴിഞ്ഞിട്ടുണ്ട്. മലയാളി ഇതും പറഞ്ഞ് ദാസനെ എയറിൽ കയറ്റിയിട്ടുണ്ട്. പീപ്പിൾസ് ദാസനാ, പീപ്പിൾസ് ദാസന്റെ കുറച്ച് കഥകൾ കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പൊ കാണാം.